ഹലോ കൂട്ടുകാരെ, കുക്കൂസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയ ഒരു ഫുഡ് ഉണ്ടാക്കിയാലോ, ബീട്രൂട്ട് കട്ട്ലേറ്റ്. അതിതുപോലെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമുക്ക് കൈ വെച്ച് ഉരുട്ടാൻ കിട്ടും. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് അതും ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി, നല്ല രീതിയിൽ ഇളക്കി ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 മുട്ട ഇവിടെ എടുക്കാം. അതിതുപോലെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ബിസ്ക്കറ്റ് പൊടിയിൽ മുക്കി, മുട്ടയിലും മുക്കി, വീണ്ടും ബിസ്ക്കറ്റ് പൊടിയിൽ മുക്കി ഇതുപോലെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് ഇട്ടു. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇവിടെ നമ്മുടെ ബീട്രൂട്ട് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം.